നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യ മുന്നണിക്ക് ആവേശം പകരാൻ കേജ്രിവാൾ. ഇന്നു മുതൽ പ്രചാരണ രംഗത്ത് സജീവമാകും. ഉച്ചയോടെ മാധ്യമങ്ങളെ കാണും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിൽ. ആന്ധ്രാപ്രദേശും തെലങ്കാനയും വിധിയെഴുതും. സമവായമാകാതെ ഡ്രൈവിംഗ് സ്കൂൾ സമരം. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഗതാഗത വകുപ്പ്. തിങ്കളാഴ്ച മുതൽ സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി. ചൊവ്വാഴ്ച ഗതാഗത മന്ത്രി വിദേശത്തു നിന്ന് എത്തിയ ശേഷം ചർച്ച. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ചോദ്യം ചെയ്യൽ തുടരാൻ പോലീസ്. ഡ്രൈവർ, കണ്ടക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം. ഡിപ്പോയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുന്നതും പരിഗണനയിൽ. സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാതെ എയർ ഇന്ത്യ. 4 വിമാനങ്ങൾ റദ്ദാക്കിയത് കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള സർവീസുകൾ. വടകരയിൽ LDF സ്വീകരിച്ചത് BJP നയമെന്ന മുസ്ലിം ലീഗ്. മോദിയുടെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചാരണം LDF ഏറ്റെടുത്തു. കാഫിർ പ്രചാരണം നടത്തിയത് യൂത്ത് ലീഗ് എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും PMA സലാം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. 3-അംഗ സംഘം ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. കൊലപാതകത്തിലേക്ക് നയിച്ചത് ബാറിലെ തർക്കം. ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. കരിയറിലെ മികച്ച ദൂരം പിന്നിട്ടു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വാദ്ലേയ്ക്ക് സ്വർണം. വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. 50 ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്നു മുതൽ സജീവമാകും. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പ്രചാരണ വേദികളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ മറുപടി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കൂടുതൽ കരുത്തനായാണ് കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയം പറയുന്നതിൽ യാതൊരു നിയന്ത്രണവും ഈ ജാമ്യ വ്യവസ്ഥകളിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത പരാമർശങ്ങൾ കേജ്രിവാളിൽ നിന്നും ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ മുൻനിര പ്രചാരകനായി തന്നെ കേജ്രിവാൾ മാറാനുള്ള സാധ്യതയാണോ നിൽക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ കടന്നവരോടുകൂടി ഇനിയുള്ള ഘട്ടങ്ങൾ, ഇനി 4, 5, 6, 7 ഘട്ടങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അതുവരെയാണ് കാലാവധി ഈ ഒരു ഇടക്കാല ജാമ്യാവസ്ഥയിൽ പറയുകയും ചെയ്യുന്നത്. 21 ദിവസമാണ് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യവുമായി സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നത് ഗുജറാത്തിൽ മാത്രമായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ താരപ്രചാരകനായി അരവിന്ദ് കെജ്രിവാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഈ കാലയളവിലൊക്കെ തന്നെ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും പലതവണ ഉയർന്നിരുന്നുവെങ്കിലും അതിനെ ശക്തമായി ED എതിർക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തത്. കാരണം അതിൽ പ്രധാനമായും ED ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 9 തവണയോളം അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരാകാൻ കൂട്ടാക്കിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ജാമ്യം നൽകരുത് എന്നുള്ള വാദത്തിന് അടിത്തറയിട്ടുകൊണ്ട് ED മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇടക്കാല ജാമ്യം നൽകുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ കോടതിയുടെ പക്ഷത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ മനോജ് സിംഗ്വി അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്രിമിനൽ കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകളോ
ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൂടെ എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയായിരുന്നു. ഈ വ്യവസ്ഥകൾ കടുത്ത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു 21 ദിവസത്തെ ഒരു ഇടക്കാല ജാമ്യാവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഈ കാലയളവിൽ സെക്രട്ടേറിയറ്റിലോ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. ഭരണ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല. നിർണായകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫയലുകളിൽ ഒപ്പിടാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭരണത്തെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഫയലുകളിൽ ഒപ്പിടണമെങ്കിൽ അതിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം. അദ്ദേഹത്തിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആ ഒരു ഫയലുകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് സാധിക്കുക. തുടങ്ങിയ വ്യവസ്ഥകൾ, കടുത്ത വ്യവസ്ഥകൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു 21 ദിവസത്തെ ഇടക്കാല ജാമ്യാവസ്ഥ. ഇടവേള പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെ ആയിരിക്കും കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. മിഥുൻ, ഇവിടെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഗോവ തുടങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇതിനോടകം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സ്ഥലങ്ങളും ഉണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ പഞ്ചാബ് ഉൾപ്പെടെ ഡൽഹിയും ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്ന സാഹചര്യമാണ്. ആ രണ്ടിടങ്ങളിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കുക എന്നതായിരിക്കുമോ കേജ്രിവാൾ ലക്ഷ്യമിടുക? അതിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള വരും ഘട്ടങ്ങളിലെ എല്ലാ ഇടങ്ങളിലും പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ എത്തുക, ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായി മാറുക, ഈ അവസരം ആ നിലയിൽ വലിയ ഒരു നേതാവായി ഉയർത്തെഴുന്നേൽക്കാനുള്ളതായി മാറ്റുക എന്നതാണോ കേജ്രിവാൾ ലക്ഷ്യമിടുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ അദ്ദേഹം 11 മണിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തും. അതിനുശേഷം 1 മണിക്ക് ഈ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകും. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ആം ആദ്മി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം മുംബൈയിലേക്ക് തിരിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഉദ്ധവ് താക്കറെക്കൊപ്പം പ്രചാരണ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവേദിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. നാളെ മുതൽ അദ്ദേഹം സജീവമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികളിലും ഒപ്പം തന്നെ പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനുവേണ്ടി തന്നെയാണ് 21 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള മേഖല കൂടിയാണ് ഈ ഒരു 3 സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ തന്നെ കൃത്യമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികൾക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ, ചുക്കാൻ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയും ചെയ്യും. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഡൽഹി അത് NDAക്ക് BJPക്ക് ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ക്ലീൻ സ്വീപ്പിലോടുകൂടി അവിടെ മുഴുവൻ സീറ്റും വിജയിച്ചു കയറുന്നതാണ് കണ്ടത്. പക്ഷേ ഇത്തവണ അവിടെ ഒരു മാറ്റം സൃഷ്ടിക്കാനാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനൊപ്പം അവിടെ കോൺഗ്രസുമായി ചില കല്ലുകടിയുണ്ട്. അവിടെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനൊക്കെ തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ ആം ആദ്മിയുടെ ശക്തി ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ മുൻകാലങ്ങളിൽ NDA നേടിയിട്ടുള്ള വിജയം അവിടെ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. കൂടാതെ ഹരിയാനയിൽ സമീപകാലത്തൊക്കെ തന്നെ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ അവിടെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ ആം ആദ്മിക്കും കോൺഗ്രസിനും കൃത്യമായി അവിടെ വോട്ട് ഷെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ മുന്നേറ്റം നടത്താൻ ഇദ്ദേഹത്തിന്റെ കടന്നുവരവോടുകൂടി ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്യും. മെയ് 25-നാണ് ഈ 2 സംസ്ഥാനങ്ങളിലും ഉൾപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ആ കാലയളവിലെല്ലാം തന്നെ ഇനിയുള്ള 14 ദിവസം അദ്ദേഹത്തിന് കൃത്യമായി അവിടെയൊക്കെ പ്രചാരണത്തിലെത്താൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ജൂൺ 1-നാണ് അദ്ദേഹം പോകുന്നതിന്റെ ജൂൺ 2 വരെയാണ് അദ്ദേഹത്തിന് ഈ ഒരു കാലാവധി അനുവദിച്ചിരിക്കുന്നത്, ജാമ്യവ്യവസ്ഥ അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1-നാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ അദ്ദേഹത്തിന് താരപ്രചാരകനായി രംഗത്തെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ. ഒരു നിമിഷവും പാഴാക്കാതെ പ്രചാരണ രംഗത്ത് സജീവമാകുക എന്നത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ലക്ഷ്യമിടുന്നത്. അതിന്റെ തുടക്കം ഇന്ന് ഉണ്ടാകുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം പ്രചാരണത്തിൽ സജീവമാകും. മാധ്യമങ്ങളെയും കാണും. എന്ത് പറയുന്നു എന്നതും ഇന്നത്തെ ദിവസത്തെ നിർണ്ണയിക്കുന്നതായിരിക്കും. ആ രീതിയിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശും തെലങ്കാനയും മറ്റന്നാൾ ജനവിധി തേടും. വിവരങ്ങളുമായി MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, 4ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. പകുതി ദൂരം ഇതിനോടകം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിട്ടിരുന്നു. ഇനി 259 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. അതിൽ 4ാം ഘട്ടം എങ്ങനെയൊക്കെ നിർണായകമാകും?
ഘട്ടം BJP സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. കാരണം പ്രധാനമായും ഇന്ന് 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണമാണ് അവസാനിക്കുന്നത്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് 96 മണ്ഡലങ്ങളാണ്. അതിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിനു പുറമെ തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും ഒപ്പം തന്നെ തെലങ്കാനയും. ഇവിടുത്തെ മുഴുവൻ സീറ്റിലേക്കും ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഈ മേഖലയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയായിരുന്നു ഈ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും പല തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദി പ്രചാരണം ശക്തമാക്കുന്നത് കണ്ടു. പല റോഡ് ഷോകളിലും പങ്കെടുക്കുന്നത് കണ്ടു. പല സമയത്തും ഈ പല പൊതുവേദികളിലും രൂക്ഷമായ വിമർശനം നടത്തുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ YSR കോൺഗ്രസ് വലിയ ശക്തി പ്രാപിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. അവിടെ ഇത്തവണ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDAയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത്തവണ TDPയും ഒപ്പം തന്നെ ജനസേനയും BJPയും സഖ്യമായാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു YSR കോൺഗ്രസിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ NDAയ്ക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതേസമയം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയായിട്ടുള്ള YS ശർമിള കോൺഗ്രസിലേക്ക് എത്തുന്നു. കോൺഗ്രസിന്റെ PCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവിടെ കോൺഗ്രസ് ഇത്തവണ തെലങ്കാനയിൽ വന്നതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു മുന്നേറ്റം നടത്തുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ആ YS ശർമിളയെയും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകരെ ഒരുങ്ങിയെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ കടുത്ത ഒരു മത്സരം കാഴ്ചവെക്കാൻ, ഒരു ത്രികോണ മത്സരം ആന്ധ്രാപ്രദേശിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. എന്തായാലും ശക്തമായ ഒരു പാർട്ടി പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രകടനം തന്നെയായിരിക്കും 3 മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തെലങ്കാനയിലേക്ക് വരുമ്പോൾ അവിടെ 17 സീറ്റുകളാണ് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ആ 17 സീറ്റുകളിൽ 4 കഴിഞ്ഞ തവണ BJPക്ക് വിജയിക്കാൻ സാധിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് സീറ്റില്ല, അത് 2 അക്കത്തിലേക്ക് കടക്കാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആന്ധ്രയുടെ മണ്ണിൽ അല്ലെങ്കിൽ തെലങ്കാന വിഭജിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാൻ സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവിടെ കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇത്തവണ വലിയ ആത്മവിശ്വാസം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. മിഥുൻ, ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒപ്പം തന്നെ രാഹുൽ, പ്രിയങ്ക തുടങ്ങിയ താരപ്രചാരകർ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്? അതുകൂടി വിശദീകരിക്കും. രേണുക, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മധ്യപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയതനുസരിച്ച് വൈകിട്ടോടുകൂടി അദ്ദേഹം പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അദ്ദേഹം ഇന്ന് സംസാരിക്കുമെന്നാണ്, പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് UPയിൽ പൊതുതെരഞ്ഞെടുപ്പ് വേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സജീവമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ വോട്ടുറപ്പിക്കാൻ, അവസാന നിമിഷം വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോത്തിൽ കൂടിയാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉള്ളത്. നമുക്കറിയാം 1755 സ്ഥാനാർത്ഥികളാണ് ഇന്നത്തെ ഈ ഒരു പരസ്യ പ്രചാരണം, ഈ ഒരു 4ാം ഘട്ടത്തിൽ പങ്കെടുക്കുന്ന മത്സരരംഗത്തുള്ളത്. എന്തായാലും വിജയിച്ചു കയറാനാകുന്നുള്ള ആത്മവിശ്വാസം 2 മുന്നണികൾക്കുമുണ്ട്. NDAയ്ക്കും ഇന്ത്യ അലയൻസിനും അത് ശക്തമായി തന്നെ വേരോട്ടം ഉറപ്പിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങൾ തന്നെയാണ് ഇന്നത്തെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ 96 മണ്ഡലങ്ങൾ. അതിൽ പശ്ചിമ ബംഗാളിൽ തന്നെ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ താരപ്രചാരകരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു 4ാം ഘട്ടത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ മുന്നണി നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പൊതുരംഗത്ത് സജീവമായി തന്നെ തുടരുക. ശരി, MG മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സമവായമാകാതെ ഡ്രൈവിംഗ് സ്കൂൾ സമരം തുടരുകയാണ്. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഗതാഗത വകുപ്പ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഇതോടെ തിങ്കളാഴ്ച മുതൽ സമരം ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ചൊവ്വാഴ്ച ഗതാഗത മന്ത്രി വിദേശത്തു നിന്ന് എത്തിയ ശേഷമാകും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുക.
ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. അതിനു മുൻപ് സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാതെ എയർ ഇന്ത്യ കൊച്ചിയിൽ നിന്ന് പുലർച്ചെ 2:05 ഷാർജയിലേക്കും രാവിലെ 8 ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്നുള്ള 2 വിമാനങ്ങളും റദ്ദാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സമരം അവസാനിപ്പിച്ചെങ്കിലും യാത്രക്കാർ വലയുകയാണ് എന്ന് തന്നെ പറയാം. 4 വിമാനങ്ങളാണ് 2 ഇടങ്ങളിലായിട്ട് റദ്ദായിട്ടുള്ളത്, കേരളത്തിൽ മാത്രം. എന്താണ് സാഹചര്യം? എന്താണ് ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധി? ഇന്ന് യാത്രക്കാർക്ക് മുൻകൂട്ടിയുള്ള അറിയിപ്പും സൗകര്യങ്ങളും ഒക്കെ എയർ ഇന്ത്യ ലഭ്യമാക്കിയിരുന്നു. രേണുക, മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ എയർ ഇന്ത്യ ലഭ്യമാക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് യാത്രക്കാരുടെ ദുരിതം അകലുന്നില്ല. കാരണം അവർക്ക് വിമാനത്താവളത്തിൽ വന്നു ചെന്ന് ഇത് അറിയേണ്ട ഒരു അവസ്ഥയിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷെ അതേസമയം അവർക്ക് എത്തപ്പെടേണ്ട ദൂരങ്ങളിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. പല ആവശ്യങ്ങളുമായിട്ട് ഇവിടേക്കെല്ലാം കേരളത്തിലേക്കും അല്ലെങ്കിൽ കേരളത്തിന് തിരിച്ചും പുറപ്പെടേണ്ട യാത്രക്കാർ നിരവധിയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ആരംഭിച്ചതു മുതൽ ഇതുവരെയും മാറ്റമില്ലാതെ തന്നെ പലയിടങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള സെക്ടറിൽ നിരവധിയായ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. സമരം അവസാനിച്ച് 2 ദിവസം പിന്നിടുമ്പോഴും പല സെക്ടറിലും പൂർണ്ണമായിട്ട് തന്നെയും സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇന്നലെയും ഇന്നും വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കണ്ണൂരിൽ നിന്ന് ഇന്ന് 2 വിമാനങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. അത് ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഷാർജ, ബഹ്റിൻ വിമാനവും റദ്ദു ചെയ്തിരിക്കുന്നു. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന വൈകിട്ട് ഉണ്ടാകേണ്ടിയിരുന്ന അബുദാബി വിമാനവും റദ്ദാക്കിയതായിട്ട് അറിയിപ്പിലേക്ക് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ചില സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ തോതിലേക്ക് ജീവനക്കാരെത്താത്തതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പൂർണ്ണസജ്ജമായ രീതിയിലേക്ക് സർവീസുകൾ മാറാത്തത്. പലരും തന്നെ അവധി അപേക്ഷ നൽകി ആണ് ഈ സമരത്തിലേക്ക് പങ്കെടുത്തിരുന്നത്. ചിലരെങ്കിലും തിരിച്ചെത്തിയെങ്കിലും തിരിച്ചെത്താത്തവർ ഈ അവധി അപേക്ഷയിൽ തന്നെ തുടരുന്നവരുണ്ട്. അവർ കൂടി ഈ ദിവസങ്ങളിൽ നാളെയോടുകൂടി സർവീസിലേക്ക് പൂർണ്ണമായും തിരിച്ചെത്തും, ജോലിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ വലിയ രീതിയിലേക്ക് സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് മുഴുവൻ യാത്രക്കാരും ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് സമരം കഴിയുമ്പോഴും ഈ രീതിയിൽ തന്നെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നൊരവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മുഴുവൻ യാത്രക്കാരെയും പുനഃക്രമീകരിക്കുന്നതനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ വിമാന സർവീസുകളടക്കം ഇത് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പൂർണ്ണതോതിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ പൂർണ്ണതോതിലേക്ക് ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമരം അവസാനിച്ചെങ്കിലും ജീവനക്കാരുടെ ഈ ഒരു അവധി അപേക്ഷയിൽ തുടരുന്ന ചിലർ തന്നെയുണ്ട്. അവർ കൂടി തിരിച്ചെത്തണം. വരും ദിവസങ്ങളിൽ ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണതോതിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡാനി, ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത്. ഈ വിസ കാലാവധിയൊക്കെ അവസാനിക്കുന്നവർക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം, അതിന്റെ അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പകരം സംവിധാനം പോലും ഏർപ്പെടുത്താൻ കഴിയാതെ അവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അത്തരം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നവർക്കെങ്കിലും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനൊക്കെയുള്ള നടപടികൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടോ? രേണുക, ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ 9-നും 10-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ തീയതികളിൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കറിയാം സമരം എങ്ങും എത്തിയിരുന്നില്ല, ഷെഡ്യൂൾ ആയിട്ടില്ല. 10-ാം തീയതിക്ക് ശേഷവും നമ്മൾ ഈ ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴും പൂർണ്ണ തോതിലേക്ക് ഇത് സജ്ജീകരണങ്ങൾ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പുനഃക്രമീകരണം നടത്തുമ്പോഴും അത് മുഴുവൻ യാത്രക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലുണ്ട്. കാരണം അവരുടെ നിലവിൽ ബുക്ക് ചെയ്ത യാത്രക്കാർ നേരിടുന്ന ഒരു ആശങ്കകൾ വലുതാണ്. ചില വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്നുള്ളതല്ല, ചില വിമാനങ്ങൾ സർവീസ് നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷെ മറ്റു ചിലത് റദ്ദാക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. കണ്ണൂരിലും അത്തരം ഒരവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പലർക്കും ഇപ്പോൾ വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തേണ്ടവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് മറ്റ് വിമാന സർവീസുകളെ ആശ്രയിച്ചു പറ്റും. പക്ഷേ അവർ അമിതമായ നിരക്ക് ഈടാക്കുന്നു. നമ്മൾ
നേരത്തെയും ചർച്ച ചെയ്തതുപോലെ ഈ ഒരു വ്യോമഗതാഗത മേഖലയിലെ യാത്രാ നിരക്ക് എന്ന് പറയുന്നത് ഒരു ഏകീകരണമില്ലാത്ത വ്യവസ്ഥയാണ്. അതൊരു കുത്തക എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നു. ആർക്കും തോന്നിയ പോലെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്പനികൾക്ക് നിശ്ചയിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മുതലാക്കുന്നു വലിയ രീതിയിലേക്ക് വൻതുക കൊടുത്ത് പോകേണ്ടി വരുന്നു. സ്വാഭാവികമായും ബജറ്റ് എയർലൈൻസ് എന്ന രീതിയിൽ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ അടക്കം ആശ്രയിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ദിവസങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഈ സമരം അവസാനിച്ച് പൂർണ്ണതോതിൽ വിമാന സർവീസുകൾ എത്തിയാൽ മാത്രമേ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഒരു ആശ്വാസമാവുകയുള്ളൂ. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് ഒരു പ്രതീക്ഷയായി അവശേഷിക്കുന്നു. ശരി, എന്തായാലും കുറച്ചുകൂടി ദിവസങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ സർവീസുകൾ പൂർണ്ണ സ്ഥിതിയിലാകുകയുള്ളൂ എന്ന സാഹചര്യമാണ് ഉള്ളത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരും. ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പല വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഡിപ്പോയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സംഭവ ദിവസം രാത്രി ബസ് വീണ്ടും ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ബസ് വീണ്ടും ഡിപ്പോയിൽ നിന്ന് സർവീസിനല്ലാതെ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുക. KSRTCയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ തയ്യാറാകുകയും ചെയ്യും. വിവരങ്ങളുമായി VV വിനോദ് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, ഇന്നലെ ഏറെ നേരം യദുവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പല വൈരുദ്ധ്യങ്ങളും മൊഴികളിലുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. എന്താണ് ഇനിയുള്ള നീക്കം? കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട് എന്നറിയുന്നു. അത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് വിവരം അവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു യദുവിനെയും കണ്ടക്ടർ സുബിൻ, അതോടൊപ്പം തന്നെ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ലാൽ സജീവൻ, ഈ 3 പേരെയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്ത് യദുവിനെ കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ചു വരുത്തിയത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം കാരണമാണ്. ഇത് കൃത്യമായി ഇനി പരിശോധിക്കുകയാണ് പോലീസ്. ഇവർ പറയുന്ന മൊഴികൾ ബസ്സിനടുത്ത് പോയിട്ടില്ല എന്ന് ആദ്യം പറയുകയും എന്നാൽ ബസ്സിന് സമീപം ഡ്രൈവറെയും കണ്ടക്ടറെയും സംശയാസ്പദമായ രീതിയിൽ കാണുകയും ചെയ്തു. കണ്ടക്ടർ നൽകിയിട്ടുള്ള മൊഴി താൻ മോണിറ്റർ നോക്കാൻ പോയി, ഇതേ കാര്യം തന്നെയാണ്. ആദ്യം യദു പറഞ്ഞത് താൻ ബസ്സിനടുത്തേക്ക് പോയിട്ടില്ല എന്നാണ്. എന്നാൽ ഡോറിനടുത്ത് നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. യദു പറയുന്നതും ഈ CCTV നോക്കാൻ മോണിറ്റർ പുറത്തുനിന്ന് നോക്കുന്നതിന് വേണ്ടി ആ ഭാഗത്തേക്ക് പോയി എന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഈ സംഭവം കഴിഞ്ഞ്, അതായത് മേയറുടെ കുടുംബവും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം കഴിഞ്ഞ് ബസ് ഡിപ്പോയിലെത്തുകയും അതിനുശേഷം സർവീസിനല്ലാതെ ബസ് പുറത്തേക്ക് കൊണ്ടുപോയോ ആ നിലയ്ക്കുള്ള ചില സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തേക്ക് ഈ ബസ് കൊണ്ടുപോയി എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങളും സൂചനകളും വരുന്നുണ്ട്. ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നു. അവിടെ വെച്ച് മെമ്മറി കാർഡ് ഊരി മാറ്റി എന്ന തരത്തിലുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നായി വരുന്നുണ്ട്. ബസ് പുറത്തേക്ക് കൊണ്ടുപോയോ ആ CCTV ദൃശ്യങ്ങൾ കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഡിപ്പോയിൽ നിന്ന് സർവീസിനല്ലാതെ ബസ് പുറത്തേക്ക് പോയിട്ടുണ്ടോ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതേസമയം മൊഴി രേഖപ്പെടുത്തലുകൾ, അത് മേയറുടെ അടക്കമുള്ള മൊഴികൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പെരുമാറ്റം ചലച്ചിത്ര താരം വെളിപ്പെടുത്തൽ നടത്തുകയും യദു അവർ പറഞ്ഞ സമയത്ത് അന്ന് കുന്നംകുളത്തിന് സമീപത്ത് ബസ് ഓടിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് KSRTCയുടെ ആഭ്യന്തര റിപ്പോർട്ട് അത് വളരെ വൈകാതെ തന്നെ തയ്യാറാകും. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള നടപടി എന്ന നിലയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡ്രൈവറെ കുറ്റമുക്തനാക്കുമോ. ഏതായിരുന്നാലും ഇതുവരെയുള്ള പോലീസിന്റെയും KSRTCയുടെയും അന്വേഷണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അത് ഫോൺ ചെയ്തതടക്കം 1 മണിക്കൂറോളം യാത്രക്കിടെ ഫോൺ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസ് KSRTCക്ക് കൈമാറിയിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ടായിരിക്കും KSRTCയുടേതായി വരിക. അങ്ങനെയെങ്കിൽ നടപടി ഉണ്ടാകും. അത് ഏത് തരത്തിലുള്ളതാകും. ഏതായിരുന്നാലും ഈ സംഭവം കോടതി കയറിയിട്ടുണ്ട്. കോടതിയുടെ അന്തിമ പരിഗണനയിലേക്ക് വരുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. തീർച്ചയായും ആ സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. വിനോദ്, ഈ കാര്യത്തിൽ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ യദു പറയുന്ന ചില കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് സാഹചര്യം. പക്ഷേ യദു മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് അത് പുറത്തു വരേണ്ടത് തന്റെ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയൂ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് വളരെ നിർണായകമായി വരികയും അതിൽ പ്രതിസ്ഥാനത്തേക്ക് ഒരുപക്ഷെ യദു
വരാനുള്ള സാഹചര്യവുമുണ്ട് എന്ന് വേണമോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ? അത് അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിന്റെ ആകെ ഗതിയെ തന്നെ മാറ്റുന്ന തരത്തിൽ നിർണായകമാവുകയും ചെയ്യില്ലേ? മറ്റ് വിവരങ്ങൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതായത് ഇത് കവർച്ച ചെയ്യപ്പെട്ടെങ്കിൽ ആര് കവർന്നു എന്നടക്കമുള്ള സംഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് സൂചനകളിലേക്ക് എത്തിച്ച് ചില സംശയങ്ങളാണ്, മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ്. ഈ മൊഴികൾ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ തരത്തിലല്ല പിന്നീട് മൊഴി നൽകുന്നത്. ഇത് പലരുടെ മൊഴികളിലും ഈ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയ സമയം, അവിടെ ചെലവഴിച്ച സമയം, ബസ്സിനടുത്ത് എത്തിയോ ഇല്ലയോ എന്ന കാര്യം, ബസ് പുറത്തേക്ക് പിന്നീട് കൊണ്ടുപോയോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, KSRTCക്കുള്ളിലെ CCTV ക്യാമറകൾ, പുറത്തെ വാണിജ്യ സ്ഥാപനങ്ങളിലെ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ, പോലീസിന്റെ തന്നെ ക്യാമറകൾ, ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഈ മോശമായി പെരുമാറി എന്ന് മേയർ പറയുമ്പോൾ ആ വഴിയിൽ ബസ് സഞ്ചരിച്ച റൂട്ടിൽ കാറും ബസ്സും ഒരുമിച്ചുണ്ടായിരുന്ന സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ വിശദമായി അവലോകനം ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം കണ്ടക്ടറെയും അതോടൊപ്പം തന്നെ ഈ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും വീടുകളിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഇന്നലെ ഉയർന്നു വന്നിരുന്നു. ലാൽ സജീവന്റെ ഭാര്യ തന്നെ തന്റെ ഭർത്താവിന് വസ്ത്രം മാറാനുള്ള സാഹചര്യം പോലും പോലീസ് നൽകിയില്ല എന്ന നിലയ്ക്കുള്ള ആരോപണവും പരാതിയും ഉന്നയിച്ചിരുന്നു. എന്തിനിങ്ങനെ ഇവരെ വീടുകളിലെത്തി കസ്റ്റഡിയിലെടുത്തു എന്ന ചോദ്യം വിളിച്ചു വരുത്താമായിരുന്നില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്ത ശേഷം ഇവരെ മടക്കി അയക്കുകയും ചെയ്തു. അറസ്റ്റോ അതുപോലുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നതുമില്ല. പിന്നെ എന്തിന് നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇനിയും ചോദ്യം ചെയ്യുമെന്നുള്ള സൂചന പോലീസ് നൽകിയിട്ടുണ്ട്. ഇവരെ മാത്രമല്ല, ഡിപ്പോ കേന്ദ്രീകരിച്ചും ഈ യാത്ര ചെയ്തിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുക തുടങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് തന്നെയാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നതിനാണ്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിശദമായ പരിശോധനയ്ക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. കൂടുതൽ പേരെ ഇനിയും അവരുടെ മൊഴിയും രേഖപ്പെടുത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ഗോവിന്ദൻ മാസ്റ്റർ കുട്ടി വാർത്തകൾ തുടരുന്നു. വടകരയിൽ LDF സ്വീകരിച്ചത് BJP അനുവർത്തിക്കുന്ന നയമെന്ന മുസ്ലിം ലീഗ്. മോദിയുടെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചാരണം LDF ഏറ്റെടുത്തുവെന്ന് PMA സലാം. LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ കാഫിർ എന്ന പ്രചാരണം നടത്തിയത് യൂത്ത് ലീഗാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ലീഗിന്റെ പാരമ്പര്യം അതല്ലെന്നും PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് വടകരയിൽ LDF സ്വീകരിച്ചത്. ഒരു സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും നോക്കിയിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, വോട്ട് നേടാൻ ശ്രമിക്കുക എന്നത് LDFിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ BJP അനുവർത്തിക്കുന്ന ഒരു നയമാണത്. നമുക്കറിയാലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ വിദ്വേഷ വെറുപ്പും വളർന്നതായി. അത് കേരളത്തിൽ ആവർത്തിക്കുന്നത്, ഏറ്റെടുത്തത് LDF ആണ്. വടകരയിൽ ഇത്രത്തോളം വിദ്വേഷമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് LDF ആണ്. സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടങ്ങളും ജനങ്ങൾക്ക് നൽകിയ ക്ഷേമങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം BJP ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെടുത്ത് ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വളർത്താനുള്ള ശ്രമമാണ് വടകരയിൽ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് വ്യാജ ഫേക്ക് സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ വരെ നടത്തി. അതിനെതിരെ പരാതി കൊടുത്തിട്ട്, UDF പരാതി കൊടുത്തിട്ട് ഇതുവരെ പോലീസിന് അത് അന്വേഷിക്കുകയോ പ്രതികളെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കൃത്രിമങ്ങളും തെറ്റായ പ്രവണതകളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. നമ്മുടെ സൈബർ വിങ് അതിന് വളരെ പ്രശസ്തമാണ്, അവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അത്തരം പരാതി UDFിൻ്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ട് ഇതുവരെ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല?
അപ്പോൾ സ്വാഭാവികമായും ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടി കളിക്കുകയും അതിന് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തൊരവസ്ഥയാണ് വടകരയിൽ കണ്ടത്. കാഫിർ എന്നൊരു പ്രയോഗം എങ്ങനെ വന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് വന്നതെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടിൽ പരിശോധിക്കാം. അപ്പോഴാണ് ഞങ്ങൾ സൈബർ വിങ്ങിന് പരാതി കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നല്ലേ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്നത്. അതെന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നില്ല? അപ്പോൾ വ്യാജ പ്രൊഫൈലും വ്യാജ ഫേക്ക് ഇതുപോലുള്ള സാധനങ്ങളും ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഭരണകൂടം തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ലീഗ് അത്ര പ്രചരണം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. തീർച്ചയായും അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യമല്ല. മുസ്ലിം ലീഗ് വോട്ടിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വർഗീയതയോ ജാതീയതയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. അത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതാണ് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യവും പൈതൃകവും. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ എവിടെയും അത്തരമൊരു പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് നിന്നതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെയും PMA സലാം വിമർശിച്ചു. പാർട്ടി ചിഹ്നം നിലനിർത്താൻ പാർട്ടി ജീവൻ മരണ പ്രചരണം നടത്തുമ്പോൾ പിണറായി വിജയൻ നാട് വിട്ടു. മോദിക്കെതിരെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിണറായി പ്രചാരണം നടത്താതെ മുങ്ങിയതെന്നും PMA സലാം ആരോപിച്ചു. സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ CPM-ന് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബംഗാളിലും ത്രിപുരയിലും പോലും പ്രചരണം നടത്താതെ നാടുവിടുമായിരുന്നു, മുങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെങ്കിലും പോയി വോട്ട് ചോദിക്കാനും അണിനിരത്താനും കഴിയേണ്ട പാർട്ടിക്ക് അതിനു പോലും തയ്യാറാകാതെ അദ്ദേഹം നാടുവിട്ടു. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവ് ചെയ്യുന്ന ഒരു കാര്യമാണോ ചെയ്യേണ്ടത്? ഇദ്ദേഹം BJP-ക്കെതിരായി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന CPM-ന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ BJP-യെ പിണക്കാൻ പാടില്ല. ഫയലുകളൊക്കെ NIA-യുടെ കയ്യിലുണ്ട്, ED-യുടെ കയ്യിലുണ്ട്, കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട്, മറ്റെല്ലാ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ, SFIO അടക്കമുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ ഫയലുകളുണ്ട്. അത് ഭയപ്പെട്ട് മോദിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ നാടുവിട്ടു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിഹ്ന നേതാവ്, ഒരു ചെറിയ നേതാവ് പോലും ചെയ്യുന്ന പണിയാണോ ഇത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് UDF വടകരയിൽ നടത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ആ സമയത്താണ് ഇപ്പോൾ PMA സലാം LDF-നെതിരെ രംഗത്ത് വന്നത്. പൂർണ്ണമായും ഈ വർഗീയ പ്രചരണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കുകയാണോ മുസ്ലിം ലീഗ് നേതാവ്? എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളടക്കം? രേണുക, PMA സലാമുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, ഇതിലെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഇടതുപക്ഷം BJP ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. വടകരയിൽ ഇടതുപക്ഷം ചെയ്തത് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ BJP ചെയ്യുന്നതിൻ്റെ അതേ പകർപ്പാണ്. അതായത് ഉത്തരേന്ത്യയിൽ പലയിടത്തും BJP എങ്ങനെ വർഗീയ പ്രചരണം നടത്തുന്നുവോ അതേ തരത്തിലാണ് വടകരയിൽ ഇടതുപക്ഷം വർഗീയ പ്രചരണം നടത്തിയത് എന്നാണ് PMA സലാം പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ജാതിയും മതവും അടിസ്ഥാനമാക്കി വിദ്വേഷ പ്രചരണം നടത്തുന്ന ശൈലി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് ഇടതുപക്ഷം വടകരയിൽ ചെയ്തതാണ്. അതിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ലീഗിനെതിരെ വലിയ വിമർശനം ഉയർത്തിയതാണ് ആ അവസാന ഘട്ടത്തിലെ കാഫിർ പ്രചാരണമൊക്കെ. അതിനെയൊക്കെ PMA സലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരു യൂത്ത് ലീഗുകാരൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നാണ് ഇത് ആദ്യം വന്നത് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് അവർ വിശദീകരിക്കുകയും തുടർന്ന് ഇതിൽ ഫേക്ക് ID-കളിൽ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷേ പോലീസ്
പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു തന്ത്രമായിട്ട് തന്നെ വേണം കാണുവാൻ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് വടകരയിൽ ഈ നടത്തിയ പ്രചരണം, വർഗീയ പ്രചരണം നടത്തിയത് ഇടതുപക്ഷമാണ്. മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യമുണ്ട്. മുസ്ലിം ലീഗ് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ വേർതിരിക്കുകയില്ല, അത്തരത്തിൽ പ്രചരണം നടത്തുകയില്ല, അത് ലീഗിൻ്റെ ശൈലിയുമല്ല എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ വടകരയിൽ നടത്തിയ പ്രചാരണത്തിന് വലിയ വിമർശനം അദ്ദേഹം ഉയർത്തുന്നു. BJPയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ BJPയുടെ ശൈലി കോപ്പിയടിച്ചാണ് ഇടതുപക്ഷം വടകരയിൽ പ്രചാരണം നടത്തിയതെന്നും PMS സലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വടകരയിൽ ഷാഫി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് പറയുന്നത്. അത് ഒരു ധ്രുവീകരണമല്ല, മറിച്ച് ഇടതുപക്ഷത്തോട് വിരോധമുള്ള എല്ലാ ആളുകളുടെയും വോട്ടുകൾ ഷാഫിക്ക് ലഭിക്കുമെന്ന് കൂടി PMS സലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന് തുടർച്ചയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും സമാനമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. പിണറായി വിജയന് മോദിക്കെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒന്നും പ്രചരണത്തിന് പോകാതെ അദ്ദേഹം നാടുവിട്ടിരിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് PMS സലാം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങളിലും BJPയും ഇടതുപക്ഷവുമായി സഖ്യം ഉണ്ട്, ഒരു വിശുദ്ധ സഖ്യ കൂട്ടുകെട്ടുണ്ട് എന്ന് PMS സലാം പറയാതെ പറയുകയാണ്. ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ചിഹ്നത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി CPM വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുഖമായിരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ എവിടെയും പ്രചരണത്തിന് പോകുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം BJPയുമായി ആർക്കാണ് ബന്ധം എന്നത് ചർച്ച ചെയ്തതാണ്. അത് വടകരയിൽ മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ആ കാര്യം ചർച്ച ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം BJP ബന്ധത്തിന്റെ തെളിവായി PMS സലാം അവതരിപ്പിക്കുന്നത്. BJPക്കെതിരെ ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയാൽ BJPക്കെതിരെ സംസാരിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പ്രധാന വിഷയമാക്കി തന്നെ, ഈ BJP ബന്ധത്തിൽ പ്രധാന വിഷയമാക്കി തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര അത് പ്രചരിപ്പിക്കുക, അത് ചർച്ച ചെയ്യുക എന്നത് തന്നെയാണോ UDF ലക്ഷ്യമിടുന്നത്? അതാണോ PMS സലാമിന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ UDF നേതാക്കളെല്ലാം വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനമാണിപ്പോൾ PMS സലാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് നേതാക്കളൊന്നും തന്നെ ഇത്ര കടന്നാക്രമിച്ചുകൊണ്ടൊരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഫണ്ട് ആര് നൽകിയെന്ന് ചോദിക്കുമ്പോൾ അതിനോടൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ നരേന്ദ്രമോദിയെ പേടിച്ചതുകൊണ്ടാണ്, നരേന്ദ്രമോദിക്കെതിരെ പറയാൻ പേടിയുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയതെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ഇത് UDFൻ്റെ ഒരു വലിയ വിമർശനമായിട്ട് തന്നെ വേണം കാണാൻ. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കടുത്ത വിമർശനമായിട്ട് തന്നെ വേണം ഈ ഒരു സാഹചര്യത്തിൽ കാണുവാൻ. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ യാത്രയെ ന്യായീകരിക്കുന്നതും അത് പ്രതിരോധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് നമ്മൾ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇടതുപക്ഷത്തിൻ്റെ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റു നേതാക്കളൊക്കെ ന്യായീകരണ തൊഴിലാളികളായി മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസമുള്ളത്. അത്രയും രൂക്ഷമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തെ വിമർശിക്കുന്നുണ്ട്. ഇതിനാണെങ്കിലും ഇടതുപക്ഷവും ഈ BJPയുമായിട്ടുള്ള കേരളത്തിൽ ഉള്ള ബന്ധം തന്നെയാണ് UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ സമയത്ത് ഉയർത്തിക്കാണിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഒരുപാട് വിഷയങ്ങളിൽ നിലവിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ആ ഒരു +1 സീറ്റ് വിഷയമടക്കം ഇനി ലീഗ് വലിയ പ്രതിഷേധവും ഒക്കെ ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യവും സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ചർച്ചയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇടതുപക്ഷവും BJPയുമായിട്ടുള്ള ബന്ധം തന്നെയാകും ഈ സമയത്തൊക്കെ UDF ഒരു ആക്രമണത്തിലുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് ഉറപ്പാണ്. തീർച്ചയായും എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമാകേണ്ടി വരുന്ന ചില പരാമർശങ്ങൾ തന്നെയാണ് PMS സലാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വടകരയിൽ BJPയുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ BJP അനുവർത്തിക്കുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത് എന്ന ഒരു ആരോപണം. ഒപ്പം തന്നെ മോദിക്കെതിരെ സംസാരിക്കാൻ പേടിച്ചാണ് പിണറായി വിജയൻ വിദേശ യാത്ര പോയത് എന്ന രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ. അക്കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ന്യൂസ് 18നോടാണ് PMS സലാം ഈ പരാമർശങ്ങൾ നടത്തിയത്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം.
Join India's ആര് സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും തുടരുകയാണ്. KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു. ഇദ്ദേഹത്തിനെതിരെ KPCC നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി MK രാഘവൻ വിമർശനവും ഉയർത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് നേരത്തെ സുബ്രഹ്മണ്യൻ രാജിവെച്ചിരുന്നതായി ജില്ലാ നേതൃയോഗത്തിന് ശേഷം DCC പ്രസിഡന്റ് K പ്രവീൺ വ്യക്തമാക്കിയിരുന്നു. കൊല്ലം ചിതറയിൽ വൻ തീപിടുത്തം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫാക്ടറി പൂർണ്ണമായും കത്തി നശിച്ചു. 4 മണിയോടെ തീപിടുത്തമുണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. കടയ്ക്കൽ ഫയർഫോഴ്സും ചിതറ പോലീസിന്റെയും നേതൃത്വത്തിലാണ് തീയണച്ചത്. കടയ്ക്കൽ, പുനലൂർ, വിതുര, വെഞ്ഞാറമൂട് തുടങ്ങി 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. 40 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. തിരുവനന്തപുരം കരമനയിൽ 23 വയസ്സുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 8-ന്. ഇന്നലെയാണ് കരമന സ്വദേശി അഖിലിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കമ്പി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം മരണം ഉറപ്പാക്കാൻ ദേഹത്ത് വലിയ കല്ലുകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. വെമ്പായത്ത് മീൻ കച്ചവടം നടത്തിവരികയായിരുന്നു അഖിൽ. VV വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാവിലെ ഇങ്ങനെയൊരു ദൃശ്യം പുറത്തുവിടേണ്ടി വരുന്നതിൽ പ്രേക്ഷകരോട് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ക്രൂരമായ കൊലപാതകത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ മറ്റ് മാർഗവുമില്ല. VV വിനോദുണ്ട് നമുക്കൊപ്പം. വിനോദ്, അതിക്രൂരമായ കൊലപാതകമാണ് കരമനയിൽ നടന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഈ പ്രതികൾ അവരുടെ മനോനിലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ തോന്നിപ്പോകും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അത്ര ക്രൂരമായ ഒരു യുവാവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം? ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നമുക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, നിഷ്ഠൂരമായ കൊലപാതകമാണ് കരമനയിൽ നടന്നത്. കരമന കൈമനത്താണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം 5 മണിക്കായാണ് അഖിലെന്ന 24-കാരനെ ഈ ക്രൂരമായി കൊലപ്പെടുത്തിയത്. നമ്മൾ ഈ കാണുന്ന സ്ഥലം ഇവിടെ തുണി കെട്ടി മറച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് വെച്ചാണ് അഖിലിനെ കമ്പി കൊണ്ട് തലയ്ക്കടിച്ചും വലിയ കല്ല് ശരീരത്തിൽ പലതവണ ഇട്ടുകൊണ്ട് വളരെ ക്രൂരമായി നിഷ്ഠൂരമായി തന്നെ ആ യുവാവിനെ കൊലപ്പെടുത്തിയത്. ബാറിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ആഴ്ച ബാറിൽ വെച്ച് ഇങ്ങനെ ഒരു തർക്കമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തർക്കം, ആ ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകമെന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അഖിലിന്റെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വിളിച്ചിറക്കിയാണ് ഈ കൊലപാതകം നടത്തിയത്. അഖിലിന് പ്രാവുകളെ വളർത്തുന്ന ഒരു ശീലമുണ്ട്, അതിന്റെ വിൽപ്പനയൊക്കെയുമുണ്ട്. അങ്ങനെ ഈ ഭാഗത്ത് തീറ്റ കൊടുത്ത് നിൽക്കുമ്പോൾ വൈകിട്ട് 5 മണിയോടുകൂടി ഇന്നോവ കാറിൽ വെളിയത്ത് നിന്ന് വാടകയ്ക്കെടുത്ത കാറെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ആ കാറിൽ 4 പേരെത്തുന്നു. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മറ്റ് 3 പേർ, ഇവർ മറ്റ് കൊലപാതക കേസിൽ ഉൾപ്പെടെ, അനന്തു വധക്കേസിൽ ഉൾപ്പെടെ നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുള്ള 2 പേരുണ്ട്. ആ 2 പേരും മറ്റൊരാളും ചേർന്നാണ് ഈ തരത്തിൽ ഈ കൊലപാതകം നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി പോലീസ് നടത്തുന്നുണ്ട്. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ്
ഈ അന്വേഷണം നടത്തുന്നത്. ഈ കൊല്ലപ്പെട്ടത് അഖിലാണ്. ഈ പ്രതികൾ ഒരാളുടെ പേരും അഖിലെന്നാണ്. അഖിൽ, വിനീത്, സുമേഷ്, ഇങ്ങനെ 3 പേരാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. 6 പ്രാവശ്യമാണ് കല്ല് ഈ അഖിലിന്റെ ദേഹത്തേക്ക് ഇടുന്നത്. വലിയ കല്ല് കമ്പി കൊണ്ട് തലയ്ക്കടിച്ച് അവശനാക്കി തറയിൽ വീഴുന്ന സമയത്ത് വീണ്ടും മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ വലിയ കല്ല് 6 പ്രാവശ്യം ദേഹത്തേക്ക് വലിച്ചിടുന്നത്. അങ്ങനെ മരണം ഉറപ്പാകുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും ഈ തലയോട്ടി പിളർന്ന നിലയിൽ തന്നെയായിരുന്നു. മരണം ഇവിടെ തന്നെ സംഭവിച്ചു. ആളുകൾ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇവിടെ തന്നെ മരണം സംഭവിച്ചതായി, സംഭവ സമയത്ത് തന്നെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. വളരെ പാവപ്പെട്ട വീട്ടിലുള്ള ഒരു അംഗമാണ് അഖില്. മത്സ്യ വിൽപ്പന നടത്തി ഉപജീവനം കഴിക്കുകയായിരുന്നു. പ്രധാന ജോലി മത്സ്യ വിൽപ്പനയായിരുന്നു. അതിന് പുറമെയാണ് ഈ പ്രാവുകളെയൊക്കെയും വളർത്തുന്ന ഒരു ജോലി ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് അഖിലിന്റെ വീടാണ്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതികൾ ഇവിടേക്ക് എത്തുന്നത്. ബാറിലുണ്ടായ ഒരു തർക്കം, അത് ഇങ്ങനെ ക്രൂരമായ ഒരു വിനോദ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അധികം ഈ ആളുകൾ ഒക്കെ വസിക്കുന്ന ഒരു സ്ഥലമാണ്. അഖിൽ ആ യുവാവിന്റെ വീട് തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്നിടത്തേക്ക് ആരും എത്തുന്നില്ല എന്നുള്ളതും CCTV ദൃശ്യങ്ങളിൽ കാണാം. അതെന്തുകൊണ്ടാണ്? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടന്ന സംഭവമല്ല എങ്കിൽ പോലും മറ്റാരുടെയും സാന്നിധ്യം അവിടെ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രേണുക, ഇത് വൈകുന്നേരം സമയമായിരുന്നു. അഖിലിന്റെ വീടിന് സമീപമുള്ള ഈ കൂടുകളിലുള്ള പ്രാവുകൾ ഇതിന് തീറ്റ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അഖിൽ. ഈ സമയത്താണ് പ്രതികൾ ഇവിടേക്ക് എത്തുന്നത്. മാത്രവുമല്ല, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഗേറ്റ് തുറന്ന് ഇവിടെ നിന്ന് വിളിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ തമ്മിൽ നേരത്തെ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ കാണുന്ന ഭാഗത്ത് മർദ്ദിക്കുകയായിരുന്നു. CCTVയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. നമുക്ക് കാണാം, ആ ഭാഗത്ത് CCTVകളുണ്ട്, 2 CCTVകളുണ്ട്. അതിൽ നേരെ കാണുന്ന ആ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയ ഒരു തെളിവ്, വളരെ പെട്ടെന്ന് തന്നെ തെളിവ് ലഭിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതും പ്രതികളെ വളരെ പെട്ടെന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞതും. നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്, കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഈ CCTV ദൃശ്യങ്ങളാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവായി മാറിയത്. കാരണം നമ്മളിവിടെ ആളുകളോട് ചോദിക്കുമ്പോൾ ഇത് കണ്ടവർ ആരുമില്ല, ദൃക്സാക്ഷികളില്ല. വളരെ പെട്ടെന്ന് ഒരു വാഹനം വന്ന് നിൽക്കുന്നു, ആ യുവാവിനെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു, ഇവിടെ നിർത്തുന്നു, കമ്പി വടി കൊണ്ട് തലയ്ക്കടിക്കുകയാണ്. അതിനുശേഷമാണ് ഈ വലിയ കല്ല് തുടർച്ചയായി 6 പ്രാവശ്യം ശരീരത്തിലേക്ക് ഇടുന്നു. ഈ ശരീരത്തിൽ ഇടുമ്പോൾ തന്നെ മറ്റൊരു പ്രതി ഈ തലയ്ക്കടിക്കുന്നുണ്ട്. തുടർച്ചയായി 1 മിനിറ്റോളം തുടർച്ചയായി തലയ്ക്കടിക്കുന്നുണ്ട് കമ്പി വടി കൊണ്ട്. അതിനുശേഷം അതിന് മുൻപും ശേഷവുമായി ഇങ്ങനെ കല്ലുകൾ ദേഹത്തേക്ക് വലിയ കല്ല്, ഭാരമുള്ള കല്ല് വലിച്ചിടുന്നുണ്ട്. അതായത് ഏറ്റവും ക്രൂരമായി തന്നെയാണ് ആ യുവാവിനെ കൊലപ്പെടുത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പൈശാചികമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രേണുക, തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കണ്ടു പ്രതികളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് വിനോദ്? ഇവർ ലഹരി മാഫിയ സംഘത്തിൽ പെടുന്നവരാണോ, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവരാണോ? ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തണം, അതും ചെറിയ ബാറിലുണ്ടായ ഒരു തർക്കം ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്ത് എന്നതാണ് മനസ്സിലാക്കുന്നത്. രേണുക, ഈ അഖിൽ, സുമേഷ്, വിനീത്, ഈ 3 പേരാണ് കൃത്യത്തിൽ പങ്കെടുത്തതെന്ന് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ രേണുക പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഇതാണ്. ബാറിൽ വെച്ചുണ്ടായ ഒരു ചെറിയ വാക്കുതർക്കം, ആ വാക്കുതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യം, അതാണ് ആ വൈരാഗ്യം ഈ കൊലപാതകത്തിൽ കലാശിച്ചു എന്ന വിവരം. അതിന് ഏറ്റവും വലിയ തെളിവായി മാറിയത് നമ്മൾ ഇപ്പോൾ ഈ പുറത്തുവിടുന്ന CCTV ദൃശ്യങ്ങളാണ്. ഇതിൽ വളരെ കൃത്യമാണ്. വൈകിട്ട് 5 മണി കഴിയുന്നതോടുകൂടിയാണ് ഇവിടേക്ക് പ്രതികൾ എത്തുന്നത്. അതിനുശേഷം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഈ വഴിയിലേക്ക് കയറ്റുകയാണ്. വീടിന് തൊട്ടടുത്തുള്ള വഴിയാണ്. ഈ വഴിയിലേക്ക് കയറ്റിയ ശേഷം തുടർച്ചയായി കമ്പി കൊണ്ട് തലക്കടിക്കുന്നു, ഭാരമുള്ള കല്ല് ശരീരത്തിലേക്ക് ഇടുന്നു. അങ്ങനെ തുടർച്ചയായ മർദ്ദനത്തിലൂടെ കൊലപ്പെടുത്തുകയാണ്. ഇവിടെ വെച്ച് തന്നെ യുവാവ് മരണപ്പെടുന്നു, അഖിൽ മരണപ്പെടുന്നു.
തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവിടെ തന്നെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കരമന പോലീസ് പരിധിയിലാണ് ഈ സംഭവം നടന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെയും DCPയുടെയും മേൽനോട്ടത്തിൽ തന്നെ ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് വാടകയ്ക്കെടുത്ത ഒരു ഇന്നോവ കാർ, ആ കാറിലാണ് ഇവിടേക്ക് വന്നത്. 4 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒരാൾ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റു 3 പേരാണ് പുറത്തേക്ക് വന്ന് ഇങ്ങനെ കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ശരി, എന്തായാലും ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് അതിനിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡയമണ്ട് ലീഗിൽ ഇന്ത്യൻ പുരുഷ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 5ാമത്തെയും അവസാനത്തെയും ത്രോയിൽ 88.36 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് വെള്ളി മെഡൽ അണിഞ്ഞത്. വെറും 0.02 മീറ്ററിനാണ് ഇന്ത്യൻ സൂപ്പർ താരത്തിന് 1ാം സ്ഥാനം നഷ്ടമായത്. നീരജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ദൂരമാണ് കുറിക്കാനായത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കോബ് വാദ്ലെയാണ് നീരജിനെ പിന്നിലാക്കി ഈ ഇനത്തിൽ സ്വർണം നേടിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായ കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3 വർഷത്തിന് ശേഷവും കേസന്വേഷണം ഇഴയുകയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ നടപടിയില്ലെന്നും ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ED ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്. പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 ജനുവരി 30-ന് കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും ED സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. കേസിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പല സാക്ഷികളുടെയും മൊഴിയെടുത്തുവെന്നും ED വ്യക്തമാക്കി. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും ED ആരോപിച്ചു. പോലീസ് മേധാവിക്കും EDക്കും ആദായ നികുതി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പൊതുതാൽപര്യ ഹർജി. കണ്ണൂർ തളിപ്പറമ്പിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ചെറുകുന്ന ക്രിസ്തുക്കുന്നിലെ ജോയൽ ജോസ്, ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ട കാറിലിടിച്ചായിരുന്നു അപകടം. പുലർച്ചെ 1 മണിയോടെ തളിപ്പറമ്പ് ആലിൻകീഴിൽ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം. നെടുമ്പാശ്ശേരിയിൽ 1.5 കോടിയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ കന്യാകുമാരി സ്വദേശി ഖാദർ മൈദീൻ കസ്റ്റംസിന്റെ പിടിയിലായി. ജീൻസിനകത്ത് പ്രത്യേക അറയുണ്ടാക്കി അതിനകത്ത് ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. തിരിച്ചറിയാതിരിക്കാൻ ജീൻസിലെ പോക്കറ്റ് തുന്നിച്ചേർത്തിരുന്നു. ഗ്രീൻ ചാനലിലൂടെ കടക്കാൻ ശ്രമിച്ച ഇയാളെ കസ്റ്റംസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് 20 സ്വർണ്ണക്കട്ടികൾ കണ്ടെടുത്തത്. അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാരം 21-ന് നടക്കും. സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ മെയ് 20-ന് പൊതുദർശനം ഉണ്ടാകും. ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഡിജിറ്റൽ വാലറ്റിൽ കൊച്ചി മെട്രോ ടിക്കറ്റും യാത്രാപാസും. രാജ്യത്ത് ഗൂഗിൾ വാലറ്റിൽ ആദ്യമായി ഉൾപ്പെടുത്തപ്പെട്ട മെട്രോ സർവീസാണിത്. ഗതാഗത രംഗത്തെ ഡിജിറ്റൽ ചുവടുവയ്പിൽ നിർണായകമായ നീക്കമാണ് പുതിയ സംവിധാനമെന്ന് കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ടിക്കറ്റുകൾ, യാത്രാപാസുകൾ, ബോർഡിംഗ് പാസ്, ലോയൽറ്റി കാർഡുകൾ, സിനിമാ ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെന്റുകൾ നടത്താനും സൗകര്യമുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വാലറ്റ്. പല ആപ്പുകളിലൂടെ നേരത്തെയും കൊച്ചി മെട്രോ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളതാണ്. ഗൂഗിളുമായുള്ള സഹകരണത്തിലൂടെ കൊച്ചി മെട്രോ യാത്രക്കാരുടെ അനുഭവങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഡൽഹിയിൽ വെച്ചിട്ട് ഗൂഗിൾ വാലറ്റ് ലോഞ്ച് ചെയ്തു. അതിലെ കുറെ ഇമ്പോർട്ടൻറ്റ് കമ്പനീസ് സർവീസ് പ്രൊവൈഡേഴ്സ് അതിൽ ആക്ച്വലി ഓൺബോർഡായി. ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യ, ഐനോക്സ്, PVR സിനിമ പോലെ ഉണ്ട്. അതിൽ എനിക്ക് വളരെ ഒരു സന്തോഷകരമാണ്. KMRL ആദ്യ മെട്രോ കമ്പനിയാണ് ഗൂഗിൾ വാലറ്റിലേക്ക് കയറിയിട്ടുണ്ട്. പ്രൂഡന്റ് ടെക്നോളജീസ് ആണ് സാങ്കേതിക പിന്തുണയും സഹായങ്ങളും നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മാത്രമാണ് ഗൂഗിൾ വാലറ്റ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഡിവൈസിൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഫീച്ചറും ഉണ്ടായിരിക്കണം. ന്യൂസ് 18 കൊച്ചി. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.
മനസ്സിലായി.